വെനസ്വലൻ എണ്ണ ഇന്ത്യയിലേക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ശേഖരമുള്ള വെനസ്വലയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിക്ക് ഇന്ത്യക്ക് അനുമതി നൽകാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കി വൈറ്റ് ഹൗസ്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുടെ പേരിൽ അമേരിക്കയിൽ നിന്ന് സമ്മർദ്ദമുണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ വെനസ്വല ഒരു ബദൽ മാർഗമായി മാറുന്നത് ഇന്ത്യയുടെ നയതന്ത്ര വിജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. കൂടാതെ US-ഉമായി മുമ്പ് ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ മൂലം നിലച്ചിരുന്ന വ്യാപാരമാണ് പുനരാരംഭിക്കുന്നത്. ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ഊർജ്ജ ആവശ്യങ്ങൾ കണക്കിലെടുത്താണ് ഈ നിർണായക തീരുമാനമെന്ന് മുതിർന്ന US ഉദ്യോഗസ്ഥൻ പറഞ്ഞു. വെനസ്വലൻ എണ്ണ വിപണിയിൽ എത്തിക്കാൻ വാഷിംഗ്ടൺ തയ്യാറാണെങ്കിലും ഇതിന്റെ പൂർണ്ണ നിയന്ത്രണം അമേരിക്കയുടെ കൈകളിലായിരിക്കും. US ഊർജ്ജ സെക്രട്ടറി ക്രിസ്റ്റഫർ റൈറ്റ്സ് ഇതേക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: എണ്ണ ഒഴുകാൻ ഞങ്ങൾ അനുവദിക്കും, പക്ഷേ അത് വിപണനം ചെയ്യുന്നത് US ഗവൺമെന്റ് നേരിട്ടായിരിക്കും. ഇതിലൂടെ ലഭിക്കുന്ന പണം അമേരിക്കയുടെ നയതന്ത്രത്തിലുള്ള അക്കൗണ്ടുകളിലേക്ക് എത്തുക. അഴിമതിയും ഭരണകൂട ദുർവിനിയോഗവും തടയാനാണ് ഈ കടുത്ത നടപടിയെന്ന് വൈറ്റ് ഹൗസ് വ്യക്തമാക്കുന്നു. അതേസമയം മുൻ വെനസ്വലൻ പ്രസിഡന്റ് നിക്കോളസ് മഡൂറോയെ പുറത്താക്കിയതിനെ തുടർന്ന് പുതിയ കരാറിന് കീഴിൽ അമേരിക്ക 50 ദശലക്ഷം ബാരൽ വരെ വെനസ്വലൻ അസംസ്കൃത എണ്ണ ശുദ്ധീകരിച്ച് വിൽക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനികളിൽ നിന്നുള്ള മുതിർന്ന ഭരണ ഉദ്യോഗസ്ഥരുമായും എക്സിക്യൂട്ടീവുകളുമായും നടത്തിയ ഒരു യോഗത്തിൽ സംസാരിച്ച ട്രംപ് ഈ നീക്കത്തെ ഒരു സാമ്പത്തിക അവസരമായും രാഷ്ട്രീയ പുനഃസജ്ജീകരണമായും രൂപപ്പെടുത്തി. വെനസ്വല വളരെ വിജയകരമാകുമെന്നും ട്രംപ് പറഞ്ഞു. നമ്മിൽ നിന്ന് എടുത്തത് നമ്മൾ തിരിച്ചെടുക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്തെ എണ്ണ മേഖലയെ പരാമർശിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണശേഖരം കൈവശം വെച്ചിരിക്കുന്നതും എന്നാൽ വർഷങ്ങളായി ഉപരോധങ്ങൾ, കെടുകാര്യസ്ഥത, നിക്ഷേപക്കുറവ് എന്നിവയാൽ വ്യവസായം തകർന്നതുമായ ഒരു രാജ്യത്ത് ഉൽപാദനം പുനർജീവിപ്പിക്കാൻ വാഷിംഗ്ടൺ ശ്രമിക്കുമ്പോൾ എണ്ണ കമ്പനികൾ വെനസ്വലയിൽ കുറഞ്ഞത് $10 ബില്യൺ നിക്ഷേപിക്കുമെന്ന് ട്രംപ് പറഞ്ഞു. വെനസ്വലയുമായുള്ള എണ്ണ മേഖല വീണ്ടും തുറക്കുന്നത് വാഷിംഗ്ടൺ കർശനമായി നിയന്ത്രിക്കുമെന്നും US പ്രസിഡന്റ് വ്യക്തമാക്കി. ഏതൊക്കെ കമ്പനികൾക്ക് നിക്ഷേപം നടത്താൻ അനുവാദമുണ്ട് എന്നത് തന്റെ ഭരണകൂടം തീരുമാനിക്കുമെന്നും ട്രംപ് പറഞ്ഞു. മൂലധന പ്രവാഹവും ഉൽപാദനവും കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രായോഗിക സമീപനത്തിന് ഇത് അടിവരയിടുന്നുണ്ട്. വെനസ്വലയുടെ എണ്ണ അടിസ്ഥാന സൗകര്യങ്ങൾ നന്നാക്കാനും ഉൽപാദനം കുത്തനെ വർദ്ധിപ്പിക്കാനും ട്രംപ് US എണ്ണ കമ്പനികളോട് ആവശ്യപ്പെട്ടു. ഒരു കാലത്ത് വ്യവസായത്തിന് അപൂർവവും ഒരു തലമുറയിൽ ഒരിക്കൽ മാത്രം ലഭിക്കാവുന്നതുമായ ഒരു അവസരമായി ഇതിനെ കണക്കാക്കിയിരുന്നു. ഈ ആഴ്ച രൂപപ്പെടുത്തിയ പദ്ധതി പ്രകാരം വെനസ്വല 30 ദശലക്ഷം മുതൽ 50 ദശലക്ഷം ബാരൽ വരെ അംഗീകൃത ക്രൂഡ് ഓയിൽ അമേരിക്കയ്ക്ക് വിൽക്കും. വാരാന്ത്യത്തിൽ അമേരിക്ക മഡുറോയെ കരാക്കസിൽ നിന്ന് പിടികൂടി അമേരിക്കയിലേക്ക് മാറ്റിയതിനെ തുടർന്നാണ് ഈ പ്രഖ്യാപനം. രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂപ്രകൃതിയെ മാറ്റിമറിച്ച ഒരു നാടകീയ സംഭവവികാസമാണിത്. ഉപരോധങ്ങളും ലോജിസ്റ്റിക്കൽ തടസ്സങ്ങളും കാരണം വെനസ്വലയുടെ തീരദേശ സംരക്ഷണം ടാങ്കുകളിലും കപ്പലുകളിലും ദശലക്ഷക്കണക്കിന് ബാരൽ അസംസ്കൃത എണ്ണ നിലവിൽ കുടുങ്ങിയിരിക്കുന്നു. വെനസ്വലൻ എണ്ണ കയറ്റുമതി അനിശ്ചിതത്വമായി നിയന്ത്രിക്കണമെന്നും ചില കയറ്റുമതി US ഇതര വാങ്ങുന്നവർക്ക് ഒഴുകാൻ അനുവദിക്കുമെന്നും US ഉദ്യോഗസ്ഥൻ പറഞ്ഞു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.